ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് തക്കാളി വെച്ചിട്ട് ഒരു കുട്ടൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാനിപ്പം പറഞ്ഞുതരാം. ഈ തക്കാളിയുടെ ഉള്ളിൽ തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കത്തി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വിടിയിക്കണം. കണ്ടോ? അപ്പം ഇതിങ്ങനെ വിട്ട് കിട്ടും. കണ്ടോ? ഇതിങ്ങനെ വിട്ട് കിട്ടി കത്തിയുടെ ഇത് വെച്ചിട്ട് കണ്ടോ? നല്ല റൗണ്ടായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റവ് ഒന്ന് കത്തിച്ച് ആ ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് വേഗം പണി കഴിയുമല്ലോ. ചട്ടി ചൂടാക്കാൻ വെച്ചു. ആ ചട്ടിയിലേക്ക് അടുത്തതും ഇതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടോ? ഇതിങ്ങനെ വേഗം വിട്ട് കിട്ടും. കണ്ടോ? ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് അടുത്തതും അതുപോലെ തന്നെ കണ്ടോ? ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി കിട്ടും. കണ്ടോ? നമ്മൾ ഇത് ഈ 3 ഇതങ്ങോട്ട് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വേഗം വിട്ട് കിട്ടും. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഓരോന്ന് ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊന്ന് പരത്തണം. കണ്ടോ? ഓയിൽ പരത്തിയിട്ട് ഇതിലേക്ക് ഒരെണ്ണം, 1 തക്കാളി, 2 തക്കാളി, 3 തക്കാളി, 4 തക്കാളി, 5 തക്കാളി, 5 തക്കാളി. കണ്ടോ? ഇതെല്ലാം നമുക്ക് എത്ര തക്കാളി ഉണ്ടോ അത്രയും ഇതേപോലെ ഈ ചട്ടിയിൽ എന്തോരം കൊള്ളും അതുപോലെ അത് വെക്കുക. എന്നിട്ട് നമ്മുടെ മാവ് നമ്മൾ കുഴച്ചെടുത്തായിരുന്നല്ലോ നല്ല എഗ്ഗ് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാൻ നേരത്തെ. ആ ലിങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഇതിലേക്ക് ഓരോ ഇതും നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം. കണ്ടോ? താഴെ ഒന്നും കളയരുത് കേട്ടോ. കണ്ടോ? ഇങ്ങനെ ഒഴിച്ച് അതേപോലെ കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, കവിഞ്ഞ് പോകരുത്. കണ്ടോ? അപ്പോൾ നല്ലൊരു ഭംഗിയുമായിരിക്കും കഴിക്കാനായിട്ട്, നല്ലൊരു ടേസ്റ്റിയുമായിരിക്കും. നമ്മൾ കഴിക്കുമ്പം ഭംഗിയും വേണം, അതേപോലെ ടേസ്റ്റും വേണം. ഇനി എന്ത് ചെയ്യണം? ഇവനൊന്ന് ചെറുതായിട്ട് മൂടി വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തക്കാളിയൊക്കെ ഒന്ന് വേകണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരടപ്പെടുത്തിട്ട് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് അവനൊന്ന് താഴത്ത് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത് ഞാൻ കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് വേണ്ട കേട്ടോ, പെട്ടെന്നാവും. ചട്ടി ചൂടായി കഴിഞ്ഞാലാണ് ഇതെല്ലാം ഇടേണ്ടത്. അപ്പം ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഈ തക്കാളി എന്ത് ചെയ്യുമെന്നാ? ഈ തക്കാളി നമ്മളിപ്പോൾ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ആ കൂട്ടത്തിലേക്ക് എടുത്ത് വെച്ചാൽ മതി. കണ്ടോ? എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരത്ത് തക്കാളി വേറെ നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു ബൗളിലാക്കി വെക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കണ്ടോ? ഒരു ബൗളിൽ ആക്കി വെക്കുവാണെങ്കിൽ ഈ വിത്തെടുത്ത് നമുക്കൊന്ന് ചെടിയിലിടുവാണെങ്കിൽ അവനെടുത്ത് നമുക്കൊരു തക്കാളി ചെടിയും ഉണ്ടാക്കാം. പാത്രം കഴുകാൻ കിടക്കുക. കണ്ട? ഇനി ഇവനെന്ത് ചെയ്യണം? മൂടി മാറ്റി കൊടുത്തു. ഇനി ഇവനെ പതുക്കെ ഒന്ന് മറിച്ചിടാൻ ശ്രമിക്കണം. കണ്ട? പതുക്കെ മറിച്ചിടണം കേട്ടോ. കണ്ട? എന്ത് രസമാണ് കാണാനായിട്ട്.
കണ്ടോ, കാണുമ്പോൾ നല്ലൊരു ഭംഗിയുമാണ്. ഇനി മൂടരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തക്കാളി അവിഞ്ഞങ്ങ് പോയാൽ മറിച്ചിടാൻ പറ്റത്തില്ല. കണ്ടോ, ഇനി ഇവനൊന്ന് ചുട്ടെടുത്തേച്ചാൽ മാത്രം മതി. അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്ക്, അതേപോലെ ബ്രെഡ് നമ്മൾ ബ്രെഡിനും ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ ബ്രെഡിനും ഈ മാവ് ഇതേപോലെ കലക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് ബ്രെഡിനും ഇതേപോലെ റോസ്റ്റാക്കി നമുക്ക് പിള്ളേർക്ക് കുട്ടി കുട്ടിയാകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ബ്രെഡുകളൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. കുട്ടി ബ്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. അല്ല, ഇത് മൊരിഞ്ഞിട്ടില്ല, അതാണ് ആ മാവ് വെളിയിലോട്ട് വരുന്നത്. ഇതൊക്കെ വെന്തിട്ടുണ്ട്. അല്ല, എന്ത് രസമാണ് കാണാനായിട്ട്. ഇതിന് ഒരു പ്ലേറ്റിലിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു, പിന്നെ അതേപോലെ ഇങ്ങനെ ഒന്ന് മുറിക്കുകയും ചെയ്യാം കേട്ടോ. മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പെട്ടെന്ന് കഴിക്കാനും ഒരു ഇഷ്ടം തോന്നും. അത് ഇതിൽ തന്നെ വെച്ചൊന്ന് മുറിച്ചാൽ മതി കേട്ടോ. അപ്പം വേണ്ട, പക്ഷേ ആ റൗണ്ട് പോകരുത്. വേണ്ട, അത് ഒറ്റ കയ്യിലായതുകൊണ്ടാണ്, ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിരിക്കുമല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുറിച്ച് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടി മറിച്ചിടട്ടെ. ഇവനെയും അതേപോലെ തന്നെ ഒന്ന് മറിച്ചിടട്ടെ. ഇനി ഇവനെ പ്ലേറ്റിലേക്ക് എടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണേ. ഇത് പ്ലേറ്റിലേക്ക് എടുത്തു. കണ്ടോ, ഒന്ന്, അടുത്തത് 2, 3, 4. കണ്ടോ, ഇവനെയും എടുക്കാം. അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുക്കുവാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഈ ബ്രെഡ് നമ്മൾക്ക് ഈ മാവ് വെച്ചിട്ട് ടൊമാറ്റോ, ഇത് കണ്ടോ, ടൊമാറ്റോ റോസ്റ്റ് എന്ന് പറയും. ടൊമാറ്റോ മാവ് റോസ്റ്റ് അല്ലേ, എന്തെങ്കിലും പേരിട്ടോളൂ കേട്ടോ നിങ്ങൾ. ഞാൻ അങ്ങനെയൊക്കെ ഒരു പേരൊക്കെ ഇടും. അപ്പം ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നല്ല ചൂടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ചൂടുണ്ട്. ഓ മൈ ഗോഡ്, ഭയങ്കര ചൂട്. കണ്ടോ, കണ്ടോ, നല്ല ചൂട്. ഇത് കാണാൻ എന്ത് രസമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കണം. കഴിച്ചോളൂ. അപ്പം ഞാനും കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ കഴിക്കാൻ വന്നോളൂ. എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ആരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നില്ലല്ലോ. എന്നോട് ആർക്കും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. എല്ലാവരും എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, താങ്ക്സ്. നാളെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.